ഭൗതിക അഭൗതിക വിഷയങ്ങളിൽ സർവ്വതിലും അള്ളാഹുവിനോട് മാത്രമാണ് സൃഷ്ടാവെന്ന നിലക്ക് നമ്മൾ തേടുന്നത്. വഇയ്യാക നസ്തഈൻ. എന്തുകൊണ്ടാണ് ഭൗതികവും അഭൗതികവും നമ്മൾ അള്ളാഹിനോട് മാത്രം തേടാനുള്ള കാരണം? ഭൗതികമായോ അഭൗതികമായോ അള്ളാഹുവിനല്ലാതെ ഒരാൾക്കും ഒരു കഴിവുമില്ല. അന്നൽ ഖുവത ലില്ലാഹി ജമിയ. സർവ്വ കഴിവുകളുടെയും സർവാധികാരി അള്ളയാണ്. വല്ലാഹു ഖലഖകും വമാ തഅമലൂൻ. നിങ്ങളെയും നിങ്ങളുടെ പ്രവർത്തനങ്ങളെയും പടക്കുന്നവൻ അള്ളയാണ്. പിന്നെ നമ്മൾ അമ്പിയാക്കളോട് സഹായം തേടുന്നത്, ഔലിയാക്കളോട് സഹായം തേടുന്നത് എങ്ങനെയാണ്? അള്ളാഹുവിന്റെ മുമ്പിൽ അവർ നമുക്ക് വേണ്ടി ഇടപെടും എന്ന നിലക്കാണ്. അള്ളാഹു നമ്മുടെ ദുആ സ്വീകരിക്കാനുള്ള ഒരു നിമിത്തം, ഒരു ഇടപെടൽ എന്ന് പ്രതീക്ഷിച്ചുകൊണ്ടാണ്. അല്ലെങ്കിൽ സംസം വെള്ളത്തിൽ നിന്ന് നമ്മൾ രോഗശമനം പ്രതീക്ഷിക്കുന്നത് എങ്ങനെയാണ്? അള്ളാഹു ആ സംസമിൽ വെച്ചിട്ടുള്ള അള്ളാഹ് നൽകിയ കഴിവിന്റെയും പവറിന്റെയും അടിസ്ഥാനത്തിൽ എന്ന നിലക്കാണ്. പലചരക്ക് പീഡിയയിലും റേഷൻ പീഡിയയിലും നമ്മൾ ഉപ്പിനും അരിക്കും ബന്ധപ്പെടുന്നത് എന്തുകൊണ്ടാണ്? അള്ളാഹു അവിടെ നൽകുന്ന കഴിവിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് തരുമെന്നർത്ഥത്തിലാണ്. സർവ്വ കഴിവിന്റെയും അധികാരി അള്ളയാണ്. ബാക്കി നമ്മൾ ബന്ധപ്പെടുന്നതെല്ലാം കേവലം നിമിത്തങ്ങളോ ഇടപെടലുകൾക്ക് വേണ്ടിയോ ആണ്. ഇതാണ് കറകളഞ്ഞ ഇസ്ലാമിന്റെ വിശ്വാസം, സുന്നത്തി ജമാഅത്തിന്റെ വിശ്വാസം. ഭൗതിക കാര്യം മനുഷ്യന്റേതും അഭൗതികം അള്ളാഹുവിന്റേതും എന്ന് പറഞ്ഞ ഡിവൈഡ് അത് വഹാബികളുടെ നിർമ്മിത വിശ്വാസമാണ്. എല്ലാ കഴിവുകളും ഔലിയാക്കളിൽ നിക്ഷിപ്തമാണ്, അമ്പിയാക്കളിൽ നിക്ഷിപ്തമാണ് എന്ന് പറയുന്നത് അതിനേക്കാളും വലിയ അവിശ്വാസവും കുഫറുമാണ്. ഇത് രണ്ടും സുന്നത്തി ജമാഅത്തിന്റെ വിശ്വാസമല്ല. അതുകൊണ്ടല്ലേ സഹോദരന്മാരെ നമ്മൾ ഇവിടെ അതാ അമ്പിയ ഔലിയാക്കളുടെ മൗലിദുകളിലൊക്കെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. വസ്റുഫു ആദിസിറ തന്നന്ത സാലികുഹു വല്ലാഹു അഅതാകഹു ഫഅൻത മാലികുഹു. ഓ ശൈഖവറുകളെ, നിങ്ങൾ പ്രവേശിച്ച ഹിദായത്തിന്റെ വഴികളിൽ നീ അങ്ങ് ഞങ്ങളെയും ചേർത്തി തരണേ. വല്ലാഹു അഅതാകഹു ഫഅൻത മാലികുഹു. അല്ലാഹു നിങ്ങൾക്ക് അതിനുള്ള പവർ തന്നിട്ടുണ്ട്. ആ കഴിവിൽ നിന്ന് അങ്ങ് ഞങ്ങളെയും അതിലേക്ക് ചേർത്തി തരണമെന്ന് നമ്മൾ പറയുന്നത് നമ്മുടെ ഹിദായത്തിന്റെ സബബായി ശൈഖ് അവറുകളുടെ ഇടപെടൽ ഉണ്ടാകണമെന്ന നിലക്കാണ്. അല്ലാഹു തആല പരിശുദ്ധമായ ഖുർആനിൽ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ചു പറഞ്ഞില്ലോ, ഇന്നക ലതഹ്ദീ ഇലാ സിറാത്തിൻ മുസ്തഖീം. അതേ നബിയെ, അങ്ങ് ആളുകളെ ഹിദായത്തിലാക്കുന്നവരാണ്. അതേ ഖുർആനിലുണ്ട് ഇന്നക ലതഹ്ദീ മൻ അഹ്ബബ്ത. നിങ്ങൾക്ക് ഇഷ്ടം പോലെ ഹിദായത്താക്കാൻ കഴിയൂല. അപ്പൊ ഓരോ പ്രയോഗത്തിനും അതിൻ്റെതായ അർത്ഥതലങ്ങളുണ്ട്. ഹബീബായ തങ്ങളെ ഹിദായത്ത് തരിക എന്ന് പറഞ്ഞാൽ ഹിദായത്തിന്റെ സ്വഭാവുക. അതൊരു പക്ഷേ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഅ്ജിസത്തോ അവരുടെ സംസാരങ്ങളോ അല്ലെങ്കിൽ ഹബീബായ തങ്ങളുടെ ഒരു നോട്ടമോ സ്പർശനമോ എന്തുമാവാം. ഹിദായത്തിന്റെ ഇടപെടലിന്റെ നിമിത്തമായി, ഹിദായത്ത് കിട്ടാനുള്ള ഇടപെടലായി നിമിത്തമായി ഹബീബായ തങ്ങൾ ഉണ്ടാവുക എന്നതാണ്. അതേ സമയത്ത് ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സ്വന്തമായി അതിനൊന്നും കഴിവില്ല, അള്ളാഹു നൽകുന്ന കഴിവിലൂടെയല്ലാതെ. ഇതാണ് സുന്നത്തി ജമാഅത്തിന്റെ വിശ്വാസം. അന്നും ഇന്നും എന്നും അങ്ങനെയാണ്. എന്നാൽ നോക്കുങ്ങളെ, ആടിനെ പട്ടിയാക്കുന്ന കലാപരിപാടി ഈ അടുത്ത ദിവസമാണ് മംഗലാപുരത്ത് ഈ ഹുസൈൻ സലഫി എന്ന് പറയുന്ന മൗലവി വന്നിട്ട് പറയണേ, പേരോട് ഉസ്താദ് ഏതായാലും അൽഹംദുലില്ലാ വല്ലാതെ മാറിപ്പോയി എന്നാണ്. എനിക്ക് വളരെ ദയനീയത തോന്നിയത് എന്താ അറിയാം? ഈ മനുഷ്യന് വഹാബീസമെങ്കിലും അറിയും, ഇസ്ലാം അറിയില്ലെങ്കിലും വഹാബീസം അറിയുമെന്നാണ് നമ്മൾ കരുതിയത്. ഇയാൾക്ക് വഹാബീസും അറിയില്ല, ഇസ്ലാമും അറിയില്ല എന്ന് മനസ്സിലാകും വിധമാണ് ആ മൗലവി ഇത്തരം വലിയ വിവരക്കേട് വിളിച്ചു പറയുന്നത്. അയാളെ പറഞ്ഞ വാദം അങ്ങനെയൊക്കെ ഒരു മാറ്റം മൂപ്പർക്ക് വന്നോ എന്ന് നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ ആ ഭാഗം നിങ്ങളൊന്ന് കേൾക്കണേ. എന്റെ ഹുസൈൻ സലഫി, താങ്കളുടെ പ്രായം പരിഗണിച്ച് ഞാൻ ഈ പറയുന്നത് പൊതുജനങ്ങൾ കേൾക്കുമല്ലോ എന്ന് അവരെയും പരിഗണിച്ച് അത്യാവശ്യം മാക്സിമം ഒരു അറിയിക്കുന്ന രീതിയിൽ ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ പൊട്ടനാണോ അതോ അങ്ങനെ അഭിനയിക്കുകയാണോ? നിങ്ങൾ വിഡ്ഢിയാണോ അതോ അങ്ങനെ അഭിനയിക്കുകയാണോ? ഏതോ ജാഹിലുകളെ വിഷയദാരിദ്ര്യം അനുഭവിച്ച് വ്യക്തിവിരോധം തീർക്കാൻ വിഷയം കിട്ടാതെ വരുമ്പോ എന്തെങ്കിലുമൊക്കെ ക്ലിപ്പ് മുറിച്ച് തെരുവിൽ വന്ന് അലമുറയിടുമ്പോ അതൊക്കെ എച്ചില് പോലെ പെറുക്കിയെടുത്ത് എതിരാളികൾക്കെതിരെ ഉപയോഗിക്കുമ്പോ കുറച്ചെങ്കിലും ഒന്ന് ആലോചിക്കേണ്ടേ ഹുസൈൻ സലഫി? നിങ്ങള് പേരോട് ഉസ്താദിന്റെ വിശ്വാസമൊക്കെ മാറിയിട്ടുണ്ട്. ഇപ്പൊ പഴയ വിശ്വാസമല്ല പുതിയ വിശ്വാസാണ് എന്നൊക്കെ തട്ടിവിടുമ്പോ പഴയ വിശ്വാസം പേരോട് ഉസ്താദ്
ഉസ്താദിന്റേത് ഇന്നതായിരുന്നു എന്ന് കേൾപ്പിക്കുന്ന ഒരു ക്ലിപ്പും കൂടി ഇടാനുള്ള മര്യാദ കാണിക്കണ്ടേ ഹുസൈൻ സലഫി? എന്നാൽ നിങ്ങളെ വിശ്വാസം മാറി എന്നത് 2 കൊലത്തിലെ വിശ്വാസം കാണിച്ചിട്ടാണ് അള്ളാന്റെ കാര്യത്തിൽ ഞാൻ ഇവിടെ തെളിയിച്ചത്. ഇനിയും നിങ്ങളുടെ വിശ്വാസത്തിലെ മാറ്റം 2ഉം കേൾപ്പിച്ച് ഞാൻ തെളിയിക്കാൻ പോവുകയാണ്. അതേ സമയത്ത് മൗലവി പറയട്ടെ, പേരോട് ഉസ്താദ് ഈ അടുത്ത ദിവസങ്ങളിലായി നടന്ന ആദർശ സമ്മേളനങ്ങളിൽ എന്നും പറയുന്ന സുന്നത്തിയമായിട്ട് ഇസ്തിഗാസ എന്ന് പറഞ്ഞാൽ അമ്പിയാ ഔലിയാക്കളോട് നമ്മൾ സഹായം തേടുക എന്ന് പറഞ്ഞാൽ സ്വന്തമായ ഒരു കഴിവിൽ അവരൊന്നും നമുക്ക് എടുത്തു തരില്ല. അള്ളാഹു നൽകുന്ന കഴിവിന്റെ അടിസ്ഥാനത്തിൽ അവർ നമുക്ക് വേണ്ടി ഇടപെടുകയാണ് എന്ന സംസാരമാണ് എന്തോ ആനത്തല കിട്ടി എന്ന പോലെ മൗലവി എടുത്തുകൊണ്ടുവന്ന് പ്രദർശിപ്പിക്കുന്നത്. എന്റെ ഈ ആവശ്യത്തിൽ ഞാൻ അങ്ങയെ മുൻനിർത്തി അള്ളാഹുവിനോട് പറഞ്ഞിട്ടുണ്ടേ നബിയെ, അവിടുന്ന് ഈ വിഷയം നിറവേറ്റി തരാൻ അവിടുന്ന് ഇടപെടണമെന്നാ പറയുന്നത്. അങ്ങനെ അതാണ് ഇസ്തിഗാസ, ഇടപെടാൻ ആവശ്യപ്പെടുക. തങ്ങൾ നിർവഹിച്ചു തരാൻ എന്ന് പറഞ്ഞാൽ തങ്ങൾക്ക് നിർവഹിക്കാൻ കഴിയോ? ഒന്ന് പോസ് ചെയ്യാം. മൗലവി ഭയങ്കര സംഗതിയാക്കിയിട്ട് രണ്ടാമതൊക്കെ കേൾപ്പിച്ച് റിസ്ക് എടുക്കുന്നുണ്ട്. എന്നാൽ ഈ രണ്ടാമത് കേൾപ്പിക്കുന്നത് പണ്ട് പേരോട് ഉസ്താദ് പറഞ്ഞ വിശ്വാസം എങ്ങനെയെന്ന് കേൾപ്പിക്കുന്ന ഒരു ക്ലിപ്പാകണ്ടേ? ഒന്ന് പോസ് ചെയ്യുക. കണ്ടോ, ഒരൊറ്റ മിനിറ്റ്. തങ്ങൾക്ക് നിർവഹിക്കാൻ കഴിയോ? ഇല്ല. പേരോട് പറയണു. അതെ, പേരോട് ഉസ്താദ് അതപ്പോ പറഞ്ഞത് പുതിയത്. എന്നാ പിന്നെ അത് നിങ്ങൾക്ക് ഓക്കെയാണോ? അല്ല, അതിപ്പോ മുജാഹിദീനൊക്കെ ഓക്കെയാണോ? ഇയാള് വലിയ അൽഹംദുലില്ലാഹ് ഒക്കെ പറയുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഓക്കെയാണോ വഹാബികളെ? ഇനി പേരോട് ഉസ്താദ് പണ്ടെന്താ പറഞ്ഞിയത് എന്നൊരു ക്ലിപ്പും കൂടി ഇയാൾ കേൾപ്പിക്കണ്ടേ? എന്നാൽ ഹുസൈൻ സലഫി, താങ്കൾക്കൊരു പക്ഷേ അരണയുടെ അന്തമാകാം, നാദാപുരം കണ്ണനൊക്കെ താങ്കൾ മറന്നിരിക്കാം. എന്നാൽ അന്നും പേരോട് ഉസ്താദ് നിങ്ങളെ പഠിപ്പിച്ചത് ഇതേ ആശയമാണ്. മഹാനായ പേരോട് ഉസ്താദ് അന്ന് പറഞ്ഞു നോക്കുങ്ങളെ, അള്ളാഹുവിനോട് നമ്മൾ ചോദിക്കുന്നു, അള്ളാഹ് സ്വന്തമായ കഴിവിന്റെ അടിസ്ഥാനത്തിൽ തരുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുന്നത് ഏതർത്ഥത്തിലാ? ഇന്നമാ അന ഖാസിമുൻ വല്ലാഹു മുഅ്തി. അള്ളാഹുവാണ് എല്ലാം തരുന്നവൻ, അതിന്റെ കഴിവ് അവിടെയാണ്. ഞാൻ ആരാണ്? സപ്ലയർ മാത്രാണ്. ഇതല്ലേ മൗലവി നിങ്ങൾക്ക് നാദാപുരത്തൊന്നും പേരോട് ഉസ്താദ് പഠിപ്പിച്ചെന്നത്? അതൊന്ന് കേട്ടു. ഞങ്ങൾ സുന്നികള് ഔലിയാക്കളെ അമ്പിയാക്കളെ വിളിച്ചിട്ട് രോഗം മാറണോന്ന് അള്ളാഹിനോടൊന്ന് പറയണേ. അതാണ് ഇടപെടണം എന്ന് പേരോട് ഉസ്താദ് ഇപ്പൊ പറഞ്ഞത്. അന്ന് ഈ പറഞ്ഞത് തന്നെയാണ് ഇന്നും പറഞ്ഞത്, ഇടപെടണം. അപ്പോ അതാണ് അള്ളാഹ് കൊടുക്കുന്നവന് ഞാൻ വിതരണം ചെയ്യുന്ന ആള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ സപ്ലൈ ചെയ്യുന്ന ആള്, അള്ളാഹ് കൊടുക്കുന്ന ആള്. അപ്പൊ ഈ സപ്ലൈ ചെയ്യുന്നവര് എന്ന നിലക്ക്, വിതരണക്കാരി എന്ന നിലക്കാണ് മഹാന്മാരോട് ചോദിക്കുന്നത്. അതാണ് മൗലവി. സപ്ലയർ അതാണ് ഇടപെടൽ, വിതരണക്കാരൻ അതാണ് ഇടപെടൽകാരൻ. നൽകുന്നത് ആരാണ്? കേന്ദ്രം അല്ലാഹുവാണ്. ഇതല്ലേ നാദാപുരത്ത് പേരോട് ഉസ്താദ് പറഞ്ഞത്? ഈ പറഞ്ഞതിനും അപ്പറഞ്ഞതിനും വിരുദ്ധമായി പേരോട് ഉസ്താദ് ഇസ്തിഗാസയുമായി ബന്ധപ്പെട്ട് പറഞ്ഞ നേരത്തെ ഉണ്ടായിരുന്ന ഇപ്പോൾ മാറിയ വിശ്വാസമേതേ അതാണ് കാണിച്ചു കൊടുക്കേണ്ടത്. ഏതെങ്കിലൊക്കെ വ്യാജന്മാര് വന്ന് വിഷയദാരിദ്ര്യം അനുഭവിക്കുമ്പോ വ്യക്തിവിരോധം തീർക്കാൻ എന്തെങ്കിലുമൊക്കെ മുറിച്ചു കൊണ്ടുവന്ന് അലമുറടുമ്പോ മുജാഹിദ് എന്താണെന്നെങ്കിലും മനസ്സിലാക്കിയിട്ട് വേണ്ടേ അതൊക്കെ പെറുക്കി വന്ന് പേരോട് ഉസ്താദിനെതിരെ ചളിവേറി എറിയാൻ? ഇനി മൗലവി രണ്ടാമതും കൂടി ആ ക്ലിപ്പ് കേൾപ്പിച്ചിട്ട് ഭയങ്കര ഉഷാറാക്കുന്നുണ്ട്. ഒന്നും കൂടെ വാചകം വെക്ക്. ഒന്നും കൂടിയാണ് വെച്ചപ്പോ എന്താ ഉണ്ടാകുക? ഒരു ചുക്കുണ്ടാവൂല. റസൂലിനോട് അങ്ങനെ പറയുമ്പോ തങ്ങൾ നിർവഹിച്ചു തരാൻ എന്ന് പറഞ്ഞാൽ അതിന്റെ മഅന എന്താണ്? അതാണ് നാദാപുരത്ത് പറഞ്ഞത്. ഇന്നമാന ഖാസിം വല്ലാഹു മുഅ്തി. ഞാൻ സപ്ലയറാണ്, ഇടപെടൽകാരനാണ്. ഞാൻ വിതരണക്കാരനാണ്, അതാണ് ഇടപെടൽകാരനാന്ന് പറഞ്ഞത്. അതന്നെയാ ഇപ്പോഴും പറഞ്ഞത്. തങ്ങൾക്ക് നിർവഹിക്കാൻ കഴിയോ? ഇല്ലേ. അന്നൽ ഖുവ്വത ലില്ലാഹി ജമിയാ. നിർവഹിക്കേണ്ടവൻ അല്ലാഹുവാണ്. അതാണ് ഇതന്നെ പേരോട് ഉസ്താദ് നാദാപുരത്ത് നിങ്ങളെ പഠിപ്പിച്ചതും. അല്ലാതെ എന്താ ഇതിന് വിരുദ്ധമായി പഠിപ്പിച്ചത്? ആ ക്ലിപ്പ് കേൾപ്പിക്കൂ സലഫി. അപ്പൊ പിന്നെ നിങ്ങൾ നിർവഹിക്കണം എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താ? അതാണ് മൂപ്പര് വിശദീകരിക്കുന്നത്. അതൊക്കെ ഒരു 1.5 വിശദീകരണ നാദാപുരത്ത് നിങ്ങളെയൊക്കെ ഏത്തടിച്ച വിശദീകരണം. ഈ വിഷയം നിറവേറ്റി തരാൻ അവിടുന്ന് ഇടപെടണമെന്നാ പറയുന്നത്. അങ്ങനെ അതാണ് ഇസ്തിഗാസ, ഇടപെടാൻ ആവശ്യപ്പെടുക. തങ്ങൾ നിർവഹിച്ചു തരാൻ എന്ന് പറഞ്ഞാൽ തങ്ങൾക്ക് നിർവഹിക്കാൻ കഴിയോ? ഇല്ല. നിർവഹിക്കേണ്ടവൻ അല്ലയാണ്. അപ്പൊ തങ്ങൾ നിർവഹിക്കണം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ഇപ്പൊ എന്നോട് ഒരാൾ പറഞ്ഞു, സാധേ ഞങ്ങൾക്കൊരു പള്ളി ഉണ്ടാക്കി തരണോ? എന്നെ കൊണ്ട് പള്ളി ഉണ്ടാക്കി കൊടുക്കാനാവില്ല. പിന്നെ അയാൾ പറഞ്ഞതിന്റെ അർത്ഥം എന്താ? പള്ളി ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ ഇടപെടണം എന്നാണ്. അതിനാണ് നിങ്ങൾ പള്ളി ഉണ്ടാക്കി തരണമെന്ന് പറഞ്ഞു. ഇപ്പോൾ സാധാരണ പറയുന്നതാണത്. അതുപോലെയാണ് ഈ പറയുന്ന ഭാഷ. ഇതൊരു പുതിയ കാര്യം എന്നാ പറയണത്. ഇത് പഴയ തന്നെ നാദാപുരത്ത് പേരോട് ഉസ്താദ് വീണ്ടും പറയാണ്.
അള്ളാഹുവിനോട് ചോദിക്കാന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥോ? മനുഷ്യർക്ക് സ്വന്തമായ കഴിവില്ല, അമ്പിയ ഔലിയാക്കൾക്ക് ആർക്കുമില്ല, അവരുടെ ഇടപെടൽ തന്നെയാണ്. ഓ മൗലവി, രോഗം സുഖപ്പെടുത്താൻ അള്ളാഹുവിനല്ലേ കഴിയൂ? അതാണ്, അള്ളാഹ്ക്കേ രോഗം സുഖപ്പെടുത്താൻ കഴിയുള്ളൂ, അള്ളാഹുവിനെ ഭക്ഷണം തരാൻ കഴിയുള്ളൂ, അള്ളാഹുവിനെ വെള്ളം തരാൻ കഴിയുള്ളൂ. ബാക്കിയുള്ളതൊക്കെ പിന്നെന്താ? ഇടപെടൽക്കാരാൻ. ഇന്നമാ അന ഖാസിം വല്ലാഹു മുഅ്തി എന്ന് നാദാപുരത്തുനിന്ന് പഠിപ്പിച്ചത് അതാണ്. അപ്പൊ പിന്നെ ഒരു ഡോക്ടറോടോ ഒരു നബിയോടോ ഒരു വലിയനോടോ ഒരു മഹാനോടോ സുഖപ്പെടുത്തണേ എന്ന് പറഞ്ഞാൽ ഒരു മുസ്ലിം പറഞ്ഞാൽ അതിന്റെ അർത്ഥം സുഖപ്പെടാൻ വേണ്ടി കാരണമായി പ്രവർത്തിക്കണേ എന്നല്ലേ? അതാണ്. അതിനാണ് മലയാളത്തിൽ മറ്റൊരു രീതി പറയാ, ഇടപെടൽ നടത്തണം. മനസ്സിലായോ? ഇടപെടൽ നടത്തണം. ആ ഒരു ലഫ്ള് മാറി എന്നല്ലാതെ ആശയം മാറിയോ? അപ്പൊ അതിന്റെ എന്താണ്? മടവൂർ ശൈഖേ എന്റെ രോഗം മാറാൻ ദ്വാരക്കണേ എന്നല്ലേ? സാധാരണയല്ലേ ഡോക്ടറോട് പോയിട്ട് ഒരാൾ പറയുന്നത് എന്റെ രോഗം ഒന്ന് മാറ്റി തരണേ ഡോക്ടറെ, ഇപ്പോഴേ കാഫിറാവോ? അള്ളയാണ് സുഖപ്പെടുത്തുന്നെങ്കിലും ഡോക്ടറെ സുഖപ്പെടുത്തണേ എന്ന് മുസ്ലിം പറഞ്ഞാൽ അതിന്റെ അർത്ഥം എല്ലാവർക്കും അറിയാം, സുഖപ്പെടാൻ വേണ്ടി മരുന്ന് തരണേ എന്നാണ്. മഹാന്മാരോട് പറഞ്ഞാൽ പ്രാർത്ഥിക്കണേ എന്നാണ്. വാചകത്തിന്റെ അർത്ഥം എന്തേ മൗലവി മനസ്സിലാക്കാതെ പോയത്? ഓരോരുത്തരോടും പറയും ഓരോ അർത്ഥമല്ലേ? ഞാനത് എത്ര സ്ഥലത്ത് വിശദീകരിച്ചു, പക്ഷേ കേട്ടൊന്നും പഠിക്കുന്നില്ലല്ലോ ഈ മൗലവി. അൽഹംദുലില്ലാ, ഇപ്പൊ ഹുസൈൻ സലഫി പഠിച്ചിട്ടുണ്ട്. ഇനി അത് ഓക്കെ ആണോ അല്ലേ എന്ന് പറഞ്ഞാൽ മതി. നാദാപുരത്തുനിന്ന് ഉസ്താദ പറഞ്ഞു കൊടുത്തതൊക്കെ ഇതായിരുന്നു എന്നുള്ള വെളിവും വെള്ളിയാഴ്ച ഇപ്പൊ ഹുസൈൻ സലഫിക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി മൂപ്പർക്ക് അത് ഓക്കെ ആണോ നെഹിയാണോ എന്നുള്ളത് മാത്രം മുസ്ലിമീങ്ങൾക്ക് അറിഞ്ഞാൽ മതി. ഇത് ഓക്കെ ആണെങ്കിൽ നമ്മൾ തമ്മിലുള്ള പ്രശ്നം തീർന്നു. എന്താ മൗലവി ഇപ്പൊ പേരോട് ഉസ്താദ് ഈ പറഞ്ഞതിൽ നിങ്ങൾക്ക് ഇനി വിയോജിപ്പുള്ള കാര്യം? ഒന്നിരിക്കെ എന്താ ഈ പറഞ്ഞതിൽ വിയോജിപ്പുള്ളത്? അതുപോലെ നേരത്തെ പേരോട് ഉസ്താദ് ഇതിന് എതിരായി പറഞ്ഞ ആശയം എന്തായിരുന്നു? ഇനി മൂപ്പര് പറയാണ്, പേരോട് ഉസ്താദ് ആ പ്രസംഗത്തിൽ ഒരു ഉദാഹരണം പറഞ്ഞു. ഒരു കഴിവുമില്ലാത്ത, വീട് പണിക്കറിയാത്ത, കല്ലുണ്ടാക്കാൻ അറിയാത്ത, ആശാരിപ്പണി അറിയാത്ത ഒരു ബാപ്പാനോട് ചെന്ന് മകൻ പറഞ്ഞു എനിക്കൊരു വീടുണ്ടാക്കി തരണം. അതിന്റെ അർത്ഥം എന്താണ്? ബാപ്പാക്കൊരു കഴിവ് അവിടെ അല്ല, പിന്നെന്ത് ചെയ്യണം? വീടുണ്ടാക്കി തരാനുള്ള ഇടപെടൽ നടത്തണം എന്നതിന്റെ അർത്ഥോ? ഓ, അപ്പൊ ഹുസൈൻ സലഫി കണ്ണുറ്റിട്ട് ആളെ പൊട്ടീസാക്കാണ്. കണ്ടോ, ബാപ്പാനെ പോലെ ഒരു കഴിവില്ലാത്ത ആ പോലെയൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോളിട്ടോ എന്നൊക്കെ പറഞ്ഞ് മൂപ്പരിങ്ങനെ ഉരുട്ടുന്നുണ്ട്. ഇനി ബാപ്പന്റെ ഉദാഹരണം പറയുന്നത് കേട്ടോളി. അവശനായി കിടക്കുന്ന ബാപ്പാനോട് ചോദിക്കും പോലെ കഴിയാതെ കിടക്കുന്ന ബാപ്പ, ആ ബാപ്പാനോട് മകൻ വന്ന് പറയുന്നു, ബാപ്പാ എനിക്കൊരു വീടുണ്ടാക്കി തരണം. കല്ല് പൊക്കാൻ അയാളെ കൊണ്ട് കഴിയൂല, മരെടുക്കാൻ അയാളെ കൊണ്ട് കഴിയില്ല, അയാൾക്ക് ആശാരിപ്പണി അറിയില്ല, അതേ പടവിന്റെ പണി അറിയില്ല. അയാളോട് വീടുണ്ടാക്കി തരണമെന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? വീടുണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ ഇടപെടണമെന്നാണ്. ഇതുപോലെ അതാണ്. അതുപോലെ ഒരു കഴിവും ഒരു അമ്പിയാവിനില്ല, ഔലിയാക്കില്ല, എഞ്ചിനീയർക്കില്ല, ഡോക്ടർക്കില്ല. അന്നൽ ഖുവ്വത ലില്ലാഹി ജമീആ, സർവ കഴിവുകളുടെയും സർവാധികാരി അല്ലാഹയാണ്. പിന്നെ എഞ്ചിനീയർ ആരാണ്? ഇടപെടൽകാരനാണ്. ഡോക്ടർ ആരാണ്? ഇടപെടൽകാരനാണ്. അമ്പിയാക്കൾ ആരാണ്? ഇടപെടൽകാരാണ്. ഔലിയാക്കൾ ആരാണ്? ഇടപെടൽകാരാണ്. ഇതുപോലെ ആ വാചകം കേട്ടോ, ഇതുപോലെ ശ്രദ്ധിച്ചു. കഴിയൂല, മരെടുക്കാൻ അയാളെ കൊണ്ട് കഴിയില്ല, അയാൾക്ക് ആശാരിപ്പണി അറിയില്ല, അതേ പടവിന്റെ പണി അറിയില്ല. അയാളോട് വീടുണ്ടാക്കി തരണമെന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? വീടുണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ ഇടപെടണമെന്നാണ്. ഇതുപോലെ നിങ്ങൾ ഇടപെടണമെന്നാണ്. ഇതുപോലെ നബി തങ്ങളോട് പറയാണ്, ഓ നബിയെ, തങ്ങൾ വീട്ടിൽ തരാൻ, അതായത് അല്ലാഹു എന്റെ ആവശ്യം വീട്ടിൽ തരാൻ തങ്ങൾ ഇടപെടണമെന്നാണ് അതിന്റെ അർത്ഥം. അവിടെ നിൽക്കട്ടെ, അതാണ് അതിന്റെ അർത്ഥം. അപ്പോ കാര്യം വളരെ വ്യക്തമാണ്. അൽഹംദുലില്ലാ. അതെ, മൂപ്പര് ഹംദ് പറഞ്ഞല്ലോ. ഇനി അത് ഓക്കെ ആണോ അല്ലേ എന്നും കൂടി പറഞ്ഞാൽ മതി. പേരോട് ഉസ്താദ് ഈ പറഞ്ഞത് വഹാബികൾക്ക് ഓക്കെയാണോ? ഓക്കെ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഏത് വിഷയത്തോടാണ് വഹാബികൾക്ക് വിയോജിപ്പുള്ളത്? ഒന്ന്. ഇനി പേരോട് ഉസ്താദ് ഈ പറഞ്ഞത് നേരത്തെ പറഞ്ഞതല്ലേ എങ്കിൽ ഇതിന് വിരുദ്ധമായി പേരോട് ഉസ്താദ് നേരത്തെ പറഞ്ഞത് എന്താണ്? ഇതൊക്കെ ഒന്ന് പറയും മൗലവി. എന്നാൽ ഈ അടുത്ത ദിവസം പേരോട് ഉസ്താദ് ബാപ്പന്റെ ഉദാഹരണമാണ് പറഞ്ഞതെങ്കിൽ നാദാപുരത്ത് വെച്ച് ഹുസൈൻ സലഫിക്ക് വേറൊരു ഉദാഹരണം പേരോട് ഉസ്താദ് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതെന്താണ്? പേരോട് ഉസ്താദും AP ഉസ്താദും ചായ കുടിക്കാൻ പോയ കഥ ഇതുപോലെ മറ്റൊരു രീതിയിൽ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഞാനൊരു ചെറിയ ഉദാഹരണം മുമ്പ് പറഞ്ഞത് തന്നെ പറയാം. അതാണ് ഉദാഹരണത്തിലെ കഥാപാത്രം മാറിയേക്കും, വിഷയം മാറിയിട്ടില്ല, ആശയം മാറിയിട്ടില്ല, അതിവിടെ മാറൂല. ഞാനും കാന്തപുരം ഉസ്താദ് കുടിക്കുന്ന പോയി മുമ്പ് പറഞ്ഞൊരു ഉദാഹരണം തന്നെ. ഉസ്താദ് കുടിക്കുന്ന പോയി ഞാനപ്പോ എന്റെ ഉസ്താദിന്റെ ഡ്രൈവറോട് ഞാൻ പറഞ്ഞു ഒരു ചായ വേണോ? അതിന്റെ അർത്ഥം എന്താ?
അതിന്റെ അർത്ഥം കാറ് ഒരു ഹോട്ടലിന്റെ അടുത്ത് നിർത്തണോ, പറഞ്ഞ ചായ വേണോന്നാ അർത്ഥം. കാറ് ഹോട്ടലിന്റെ അടുത്ത് നിർത്തണോ. അതാണ് പേരുണ്ടാക്കാൻ വാപ്പാക്ക് ആശാരിപ്പണി അറിയാത്തതുപോലെ ഈ കാർ ഡ്രൈവർക്ക് ചായപ്പീടിയിൽ ചായ വാർന്ന പരിചയമല്ല. സംഗതി അയാൾക്ക് അറിയണ പണി ഡ്രൈവിംഗ് ആണ്. അതുകൊണ്ട് അയാളോട് ചായ വേണമെന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം എന്താണ്? ചായ ഉള്ള ഹോട്ടലിന്റെ മുന്നിൽ നിർത്തണം എന്നാണ്. മനസ്സിലായോ? ഉസ്താദ് ചോദിച്ചു, എന്താ അബ്ദുറഹ്മാനെ ഉസ്താദ് ഒരു ചായ വേണോ? എന്താ എന്റെ അർത്ഥം? പൈസ ഉസ്താദ് കൊടുക്കണോ. അപ്പൊ അർത്ഥം മാറി. അതാണ് എന്റെ അർത്ഥം ഉസ്താദിന്റെ വകയെ കിട്ടണോന്നാ. തൗഹീദ് മാറിയിട്ടില്ല. ഈ വിഷയം ഓരോന്നിനനുസരിച്ച് സംഗതി മാറും. അങ്ങനെ ഹോട്ടലിൽ കേറുമ്പോ കേഷ്യർ എന്താണ് ഉസ്താദ് ഞങ്ങൾക്ക് ഒരു ചായ വേണോ? എന്റെ അർത്ഥം എന്താ? കേഷ്യർ പൈസ കൊടുക്കണോന്നാ എന്നല്ല, കേഷ്യർ കാറ് നിർത്തണോന്നാ അല്ല. അവിടുത്തെ അർത്ഥം എന്താണ്? അതിന്റെ അർത്ഥം ഞങ്ങൾക്ക് പറ്റിയൊരു സ്ഥലം കാണിച്ചു തന്നെ ഇരിക്കാന്. അയാൾ ഞങ്ങളെ കൂട്ടിക്കൊണ്ട് ഇരുത്തിയപ്പോ സപ്ലയർ വന്നു. എന്താ വന്നു വെച്ചു, നല്ല 2 ചായ വേണോന്ന്. എന്റെ അർത്ഥം എന്നാ? ചായ വേണോന്ന് തന്നെ അർത്ഥം വേണോന്ന് പോയി പറയണോന്ന്. അല്ല, സപ്ലയർ ഉണ്ടാക്കൂല. ചായ വേണോന്ന് തന്നെ അർത്ഥം വേണോന്ന് പോയി പറയണോ. അപ്പൊ അയാൾ പോയിട്ട് ചെയ്തു. അയാൾ മൗലവിമാർ പറയില്ല, അയാൾക്ക് ബുദ്ധിയുണ്ട്. അയാൾ ഞങ്ങൾ എന്നോട് ചോദിച്ചാൽ അയാൾ പറയുന്നില്ല. ഞാൻ അവിടെ ചായ ഉണ്ടാക്കുന്നത് അയാൾ ചോദിക്കുന്നില്ല. അയാൾക്ക് ബുദ്ധിയുണ്ട്, അയാൾക്കറിയാം ഇവിടെ ചായ വേണോന്ന് തന്നെ അർത്ഥം ചായ വേണോന്ന് പോയി പറയണോന്നാണ്. അപ്പൊ അള്ളാഹു അല്ലാത്ത മറ്റ് ആളുകളോട് ഇടപെടണം എന്ന് പറയുക. അള്ളാഹു അല്ലാത്ത മറ്റാളുകളോട് എന്തെങ്കിലും ഒരു വിഷയത്തിൽ നമ്മൾ സഹായം അർത്ഥിച്ചാൽ അതിന്റെ അർത്ഥം ഓരോ വിഷയത്തിലും അതിൻ്റെതായ അളവിലും അർത്ഥത്തിലും ഇടപെടണമെന്നാണ് എന്ന് നാദാപുരത്തുനിന്ന് ഇപ്പഠിപ്പിച്ചതിനെതിരായി എന്താണ് മുജാഹിദ് മൗലവിമാരെ ഈ പേരോട് ഉസ്താദിന്റെ പുതിയ പ്രസംഗത്തിലുള്ളത്? പിന്നെ നാദാപുരത്ത് ഈ പ്രസംഗമൊക്കെ പേരോട് ഉസ്താദ് നടത്തിയപ്പോ മുമ്പിലിരുന്ന് തെക്ബീർ ചൊല്ലിയിട്ട് പിന്നെ എന്തെങ്കിലുമൊക്കെ ഒയലിച്ചി പട്ടീന്റെ ശേഷം പേരോട് ഉസ്താദ് അപ്പറഞ്ഞതൊന്നല്ല ഇപ്പറയുന്നത് എന്ന് ഏതെങ്കിലും വിവരദോഷികൾ വന്ന് അങ്ങാടിയിൽ വിളിച്ചു കൂവിയാല്, ഹുസൈൻ സലഫി താങ്കൾക്ക് ഇസ്ലാം അറിയില്ലെങ്കിലും വഹാബീസെങ്കിലും അറിയുന്നല്ലേ ഞങ്ങൾ കരുതിയത്, താങ്കൾ അതൊക്കെ എടുത്തുകൊണ്ടുവന്ന് പ്രദർശിപ്പിക്കാൻ പാടുണ്ടോ?